Assalamualaikum. Welcome back to Aisha's World. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതായത് എഗ് മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ എഗ്ഗിൻ്റെ യോക്കും വൈറ്റൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ട് എണ്ണയും പിന്നെ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടെങ്കിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ടേൻ്റെ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ ഞാൻ എടുക്കുന്നത് കാൽ കപ്പ് എണ്ണ, അതായത് 100 or 110 ml എണ്ണ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വിനെഗറാണ്. വിനെഗർ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി, 2 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ മുട്ട നല്ലോണം അടിച്ചെടുക്കണം മിക്സിയിൽ. അതിൻ്റെ മുട്ടൻ്റെ വെള്ളയും മഞ്ഞൊന്നും സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ മുട്ട ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യുക, മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം വെള്ളയും ഇതിൻ്റെ മഞ്ഞയും കൂടി മിക്സായി കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എണ്ണ ഒഴിച്ച് ചെയ്യുമ്പോൾ മുട്ടയും എണ്ണയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, നല്ലോണം പതഞ്ഞ് വരില്ല, അപ്പോൾ മയോണൈസ് നന്നാവില്ല. അപ്പോൾ ഇത് എന്തായാലും സൂക്ഷിക്കുക. ഞാനിത് എന്ത് ചെയ്യാൻ പോകണം, 1-2 മിനിറ്റ് നേരം മിക്സിയിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തു മുട്ട. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നല്ലോണം നൊര വന്നിട്ടൊന്നുമില്ല, കുറച്ച് വെള്ളം പോലെ തന്നെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് വന്നിട്ടില്ല. എന്നാലും അത് കുഴപ്പമില്ല. നിങ്ങൾ 2 മിനിറ്റ് എന്ത് ചെയ്യുക, നല്ലോണം അടിച്ചെടുക്കുക മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ വെളുത്തുള്ളീൻ്റെ അല്ലി 2 എണ്ണം എടുത്തിരുന്നല്ലോ, അതും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി വിനെഗറും എടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക. കുറച്ച് കൂടിപ്പോയാൽ തന്നെ ഇതിൻ്റെ നല്ല ടേസ്റ്റിന് വ്യത്യാസം വരും. വെളുത്തുള്ളി കൂടിയാൽ നല്ല സ്മെല്ല് വരും. വിനെഗർ കുറച്ച് കൂടിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റും മാറും, വേറൊരു അധികം പുളിയായിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക. രണ്ടും പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്, 1/2 ടീസ്പൂൺ എന്ത് ചെയ്യണം, ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന ഇത് ഓയിൽ. ഇപ്പം ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത് 1/4 കപ്പാണല്ലോ, 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലത്തെ പകുതി മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒഴിച്ച് ചെയ്താലും മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ മുട്ട അടിച്ച് നല്ലോണം നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണയും മുട്ടയും കൂടി സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യം പകുതി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാൻ പകുതി എണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുത്തിരുന്നു. അതിലേക്ക് ഞാൻ ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു, പക്ഷേ അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യാൻ പോവാണ്, ഇതും ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുത്തു. കണ്ടാൽ തന്നെ അറിയാം, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്, നല്ല മയോണൈസിൻ്റെ രൂപത്തിൽ തന്നെ. ഇത് എന്ത് ചെയ്യുക, നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ മയോണൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നല്ല പേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാം, തന്തൂരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മയോണൈസാണ്. പിന്നെന്താ, പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.